ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. ഇവിടെ സമയം 8:21. ഇന്ന് ഏട്ടന് നേരത്തെ പോകേണ്ടതുകൊണ്ട് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു. അങ്ങനെ ബ്രോക്കലി ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എണ്ണയിലേക്ക് പൊടിയായി എരിഞ്ഞ് വെളുത്തുള്ളി സവോള ഇട്ട് ചിക്കനും കുരുമുളകും ഇട്ട് ബേ ലീഫ് ഇട്ടിട്ട് ചിക്കൻ അവിടെ വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ബ്രോക്കലീനെ കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നല്ലോണം കഴുകി വെക്കാം. പിന്നെ വേണ്ടത് കുറച്ച് കാഷ്യൂ ആണ്. കാഷ്യൂലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരകം ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം വെണ്ണ പോലെ അരച്ചെടുക്കണം. അത് ഇടയ്ക്ക് ചിക്കൻ ഒന്ന് നോക്കണേ. ഈ ചിക്കൻ്റെ മുകളിൽ ഇങ്ങനെ ബ്രൗൺ കളർ കണ്ടോ, അത് വരുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏതാണ്ട് അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി തുടങ്ങിയെന്നാണ് അർത്ഥം. ഇനി കഴുകി വെച്ച ബ്രോക്കലി ഇടാം നമുക്ക്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഉടനെ തന്നെ ഈ കാഷ്യൂവിൻ്റെ പേസ്റ്റ് ഇല്ലേ അത് അതിലേക്ക് ഒഴിച്ചു. പിന്നെ ചിക്കനിൽ ഉപ്പിടാൻ മറക്കല്ലേ, അത് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പം അമ്പർ ജനിച്ചതിന് ശേഷം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഈ കുരുമുളകൊക്കെ ഞാൻ ഇവിടെ തന്നെ പൊടിക്കുന്നതാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉച്ചത്തേക്കുള്ള കറി റെഡി. എങ്ങനെ, ഈസി അല്ലേ? നല്ല ടേസ്റ്റും ആണ് കേട്ടോ ഈ കറി. അമ്പ്രൂൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് ഈ ദോശ. അതുകൊണ്ട് ഇവിടെ എപ്പോഴും മാവ് സ്റ്റോക്കാണ് ഫ്രിഡ്ജിൽ. ഇടയിൽ ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗ്രീൻ ടീ വിത്ത് ലെമൺ, അത് മസ്റ്റാണ്. ചായയുടെ ടേസ്റ്റ് അധികം എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഗ്രീൻ ടീ ആണ് ഞാൻ പൊതുവേ കുടിക്കാറ്. അങ്ങനെ ചോറ് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. സെയിം കറി ഉണ്ടാക്കിയ ചട്ടിയിൽ തന്നെ ഒരു ജീര റൈസ് വേഗം പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, നെയ്യിലേക്ക് കുറച്ച് ജീരകവും ബേ ലീഫും ഇട്ടിട്ട് റൈസ് ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ ജീര റൈസ് റെഡിയായി. അങ്ങനെ ജീര റൈസ് സെറ്റ്. അപ്പോഴേക്കും അമ്പ്രൂട്ടൻ എണീറ്റ് വന്നു കേട്ടോ. അവന് ഞാൻ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതെടുത്ത് കൊടുത്തു. ഇനി നമ്മൾ രണ്ടാൾക്കുള്ള ലഞ്ച് പാക്ക് ചെയ്യാൻ പോവുകയാണേ. അമ്പ്രൂന് ഞാൻ ദിവസവും എന്തെങ്കിലും ഫ്രൂട്ട്സ് കൊടുത്തയക്കും കേട്ടോ. ഇന്ന് ബ്ലൂബെറീസും ക്യാരറ്റ്സും ആണേ. അവന് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടല്ലേ ക്യാരറ്റ്? ഇനി ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ ദോശ കൂടി പകർത്തണം. അമ്പ്രൂന് ഞാൻ ദോശ കൊടുത്തേക്കാറുണ്ട്. ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു ബാക്കി. പിന്നെ ഏട്ടൻ്റെ ദോശ ഏട്ടൻ തന്നെയാണ് കേട്ടോ പാക്ക് ചെയ്യണം. അലുമിനിയം ഫോയിലാണ് കൊണ്ടുപോകാറ്. ഇത് ഇന്നലെ ഉണ്ടാക്കിയ ചമ്മന്തിയാണ്. ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചതാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പ്രു മുടിയൊക്കെ ചീകി. ഇത് അമ്പ്രൂൻ്റെ മുഖത്തേക്കുന്ന ക്രീമാണ് കേട്ടോ, ബയോഡെർമ. നല്ല ക്രീമാണ്. ഇത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. പക്ഷേ ഇവൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് നല്ല എഫക്റ്റീവാണ്. പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഒരു ടോയൊക്കെ വെച്ച് കുറച്ച് കളർ പെൻസിലും കാര്യങ്ങളൊക്കെ വെച്ച് അമ്പ്രു അങ്ങനെ സ്ട്രോളറിൽ കയറിയിട്ട് പോവുകയാണ്. ഇന്ന് കുറച്ച് വാശി ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അത് ഈ ലിഫ്റ്റ് കയറി താഴ്ത്തുന്നവരെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇന്നത്തെ ഓട്ടപ്പാച്ചിൽ കഴിഞ്ഞു.